കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് മഞ്ജു. ഞാൻ കുഞ്ഞുനാൾ മുതൽ ജനിച്ചതും വളർന്നതൊക്കെ എൻ്റെ 8ാം ക്ലാസ് വരെ പഠിച്ചതൊക്കെ ഒരു ഓർഫനേജിലാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്കും എനിക്ക് അപ്പനും അമ്മയും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ നോക്കാനായിട്ട് അവർക്ക് സാമ്പത്തികം ഇല്ലാഞ്ഞിട്ട്, എന്നെ പഠിപ്പിക്കാൻ ക്യാഷ് ഇല്ലാഞ്ഞിട്ട് അവർ എന്നെയും എൻ്റെ അനിയനെയും ഒരു ഓർഫനേജിലാക്കി. അന്നു മുതൽ, ഈ കുഞ്ഞുനാൾ മുതൽ കർത്താവ് ആരുടെയും സ്നേഹം കിട്ടാഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയനും എപ്പോഴും അന്വേഷിച്ച് നടന്നത് ഞങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾ നോക്കിയിട്ട് ആരും ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ സ്വയം നോക്കണം. എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സ്വയം നോക്കണമായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾക്ക് കിട്ടാത്ത സ്നേഹം ഞങ്ങളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു 16 വയസ്സാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കർത്താവിനെ പറ്റി അറിയുന്നത്. എൻ്റെ അമ്മാമ്മയൊക്കെ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ അമ്മാമ്മയുടെ കൂടെ ഞാൻ ചർച്ചിലൊക്കെ പോകും. അങ്ങനെയാണ് യേശുവിൻ്റെ സ്നേഹത്തെ പറ്റി അറിയുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആ ചർച്ചിൽ ആദ്യമായിട്ട് വന്നതിന് ശേഷം ഈ വാക്യമാണ് എന്നെ അന്ന് മുതൽ ഇന്നു വരെയും പിടിച്ചു നിർത്തുന്നത്. നിന്റെ അപ്പൻ്റെയോ അമ്മയുടെയോ സ്നേഹം നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നു, ഈ ഭൂലോകത്തിൽ ആർക്കും നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന, ഉള്ളതുപോലെ സ്നേഹിക്കാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ആർക്കും നൽകാൻ കഴിയാത്തൊരു സ്നേഹമാണ് യേശുവിൻ്റെ പക്കലുള്ളത്. അതിന് ഉത്തമ സാക്ഷിയാണ് ഞാൻ. എൻ്റെ അപ്പനും അമ്മയും ഇപ്പോഴും അവരുമായിട്ട് എനിക്ക് ഇമോഷണലി വലിയ കണക്ഷൻ ഇല്ല. എൻ്റെ വീട്ടിൽ തന്നെയാണ് അവരുള്ളത്, പക്ഷെ മറ്റൊരാളിനെ പോലെയാണ് അവർ എന്നെയും അനിയനെയും മറ്റ് വ്യക്തികളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ പേഴ്സണലി അനുഭവത്തിൽ നിന്ന് ഞാൻ ആ വിഷമം മറികടക്കുന്നത് എൻ്റെ യേശു കർത്താവ് ഉള്ളത് കൊണ്ടാണ്. കർത്താവിൻ്റെ സ്നേഹമാണ് എന്നെ എന്നും ആത്മഹത്യ ചെയ്യാൻ സമ്മതിക്കാത്തത്. കർത്താവിൻ്റെ സ്നേഹമാണ്. കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ജീവനോടെ ആയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ മുന്നത്തെ ഇതിൽ നിന്നും ഇപ്പം ആയിരിക്കുന്ന സാഹചര്യം വെച്ച് നോക്കിയാൽ ഞാൻ എത്രയോ ഡിപ്രഷനിലൊക്കെ പോകാമായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുണ, അത് മാത്രമാണ് ഇന്ന് ഈ നിമിഷം വരെയും ആയിരിക്കുന്നത്. ഞാൻ ജീവനോടെ ആയിരിക്കുന്നതും ഞാനായിരിക്കുന്നതും കാരണം കർത്താവിൻ്റെ സ്നേഹം മാത്രമാണ്. ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു.